ഇന്ന് നമുക്ക് ടേസ്റ്റിന് ഒട്ടും കുറവ് വരാതെ സിമ്പിളായിട്ടൊരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുളിശ്ശേരി മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം മാമ്പഴം വേണമെങ്കിലും എടുക്കാം. പക്ഷേ പുളിശ്ശേരി മാമ്പഴത്തിനാണ് മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ മാമ്പഴത്തിന്റെ തൊലി കത്തി ഉപയോഗിച്ച് ചെത്താതെ ഇതുപോലെ തന്നെ തൊലി ഉരിഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ മാമ്പഴത്തിന്റെ ഉള്ളിലേക്ക് ആ എരിവും പുളിയൊക്കെ ഒന്ന് പിടിച്ച് മാമ്പഴമൊക്കെ നല്ല സെറ്റ് ആയിട്ട് വരല്ലോ കേട്ടോ. അങ്ങനെ ഞാനിവിടെ എല്ലാ മാമ്പഴത്തിന്റെയും തൊലിയൊക്കെ ഉരിഞ്ഞെടുത്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായി വേവിക്കണം. പിന്നെ ഓരോ ചേരുവ ചേർക്കുമ്പോഴും ടീസ്പൂണിന്റെ അളവും ടേബിൾ സ്പൂണിന്റെ അളവും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. ഈ മാമ്പഴം അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. ഈ വേവിച്ചെടുക്കുന്ന സമയത്ത് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാമ്പഴം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ മാമ്പഴം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ നല്ലൊരു മണമാണ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളി മണമാണ് ഈ ഒരു സമയത്ത്. ഞാനിവിടെ മാമ്പഴത്തിന് ആദ്യത്തെ തിള വന്നപ്പോൾ 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കി ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുക്കി ചേർക്കുമ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം നന്നായി അരിച്ചിട്ട് ചേർക്കാനായിട്ട് ശ്രമിച്ചോളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കല്ലും കട്ടയൊക്കെ കടിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പഞ്ചസാരയെക്കാട്ടും കൂടുതൽ ടേസ്റ്റും ശർക്കര ഉരുക്കി ചേർക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. പഞ്ചസാര ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വീണ്ടും ഇത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു മാമ്പഴം എന്ത് സെറ്റായി വരാനായിട്ട് ഒരു 10-15 മിനിറ്റ് എടുക്കും. ഈ ഒരു നേരം നമുക്ക് വെറുതെ കളയണ്ട. ഈ ഒരു നേരത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ നാളികേരത്തിൻ്റെ അരമുറി തേങ്ങയാണ് കേട്ടോ എടുക്കുന്നത്. അരമുറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാളികേരത്തിൻ്റെ പകുതി കേട്ടോ. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ച് ഞാൻ പറയുന്നത്. ഇനി ഈ അരപ്പ് തയ്യാറാക്കുന്നതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 2 അല്ലി വെളുത്തുള്ളി, വലുതാണെന്ന് വെച്ചാൽ ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കുറേ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ അരപ്പ് തയ്യാറാക്കി വരുന്ന നേരം കൊണ്ട് നമ്മുടെ മാമ്പഴം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ മാമ്പഴത്തിലേക്ക് ഇനി ഞാൻ 1/2 കപ്പ് തൈരാണ് ഒഴിക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് എടുക്കാൻ കാരണം നല്ല പുളിയുള്ള തൈരാണ്. പിന്നെ ഒരുപാട് കട്ടയുള്ള തൈരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒരു കറക്കിയതിന് ശേഷം ഒഴിക്കുന്നതായിരിക്കും കേട്ടോ. നല്ല ഒരുപാട് നേരം മിക്സിയിലിട്ട് കറക്കരുത്. അങ്ങനെ കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര് നല്ല ലൂസാവും. അത്രയ്ക്ക് ലൂസാവണ്ട. നമുക്ക് ജസ്റ്റ് ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അടി അടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ശേഷം ഇത് നന്നായി ഒന്ന് വെന്ത് വരണം ഈ അരപ്പ്. അതിന് വേണ്ടിയിട്ട് നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഫ്ലെയിം വയ്ക്കേണ്ടത്. ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കത് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് എക്സ്ട്രാ തിളപ്പിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കിത് താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് മാമ്പഴ പുളിശ്ശേരിക്ക്. നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിലും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും. കടുകിൻ്റെ അത്രയ്ക്ക് ഉലുവ ചേർക്കണ്ട, വളരെ നുള്ള് ഉലുവ ചേർത്താൽ മതി. ഈ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും വറ്റമുളകും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വറ്റമുളകും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറിയിലേക്ക് താളിച്ച് ഒഴിക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഇത് ഒന്നും കൂടെ കട്ടിയാവും. ഇനി ആ കട്ട നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലത്തെ ഉപ്പും പുളിയൊന്നും നോക്കാനായിട്ട് മറക്കരുത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുക്കിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവില്ലേ, അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടാറ്റാ.